ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസിംഗിൽ ഒരു മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ ടെക്നോ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്നു പോവ 4 എന്ന പേരിൽ. പോവ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം, ഇൻഫിനിക്സ്, ഐറ്റൽ തുടങ്ങിയ കമ്പനികളുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് ഈ ഒരു ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ്. നേരത്തെ തന്നെ നമ്മൾ ടെക്നോയുടെ നിരവധി സ്മാർട്ട് ഫോണുകൾ നിങ്ങൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ്. എനിവേ ടെക്നോ പോവ 4ന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാൻ ആൾറെഡി ഇത് അൺബോക്സ് ചെയ്തതാണ്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഇതിന്റെ ഒരു ഗുഡ് ലുക്കിംഗ് ഡിസൈൻ തന്നെയാണ്. പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിലും കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡ്യുവൽ കളർ പാറ്റേൺ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 കളറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. അതിനകത്തൊരു ഓറഞ്ച് കളർ ടിന്റ് വരുന്നതൊക്കെ ഇതേ ഡിസൈനിൽ വരുന്ന സ്മാർട്ട് ഫോൺ ഒക്കെ ഉണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ടെക്നോ പോവാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വല സൈഡിലായിട്ട് ഇതുപോലെ വോളിയം, റോക്കേസും പവർ ബട്ടൺ കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്പീക്കർ, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്, ഇട സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേ എന്നിവ കാണാം. അതുപോലെ ഈ ഒരു ഫോണിന്റെ മുകളിലേക്ക് വരുമ്പോൾ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് സിം ട്രേ ആയിട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഒരേ സമയം നമുക്ക് 2 മെമ്മറി കാർഡും ഒരു സിം കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇടാം. അപ്പോൾ ഇനി ഈ ഒരു ബോക്സ് കണ്ടന്റ് കൂടി പെട്ടെന്ന് കാണാം. ഇതിനകത്ത് ഒന്നുമില്ല, സാധാരണ സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ ഇതിന്റെ യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്യാമറ കട്ടൗട്ട് കണ്ടില്ലേ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, സ്ക്വയർ ഷേപ്പ്. അതുപോലെ ചാർജിങ്ങിന് USB Type-C ചാർജിങ് കേബിൾ തന്നെ കൊടുത്തിരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം നൽകിയിട്ടുണ്ട്. അതേ സിം ട്രേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു ബോക്സ് കണ്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 8.7 മില്ലിമീറ്റർ തിക്നെസ് ആണ്. ഈ ഒരു ഫോണിന്റെ കൃത്യമായിട്ടുള്ള വെയിറ്റ് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഒരു 200 ഗ്രാമിൽ മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിടിച്ചിട്ട്. കാരണം ഇതിനകത്ത് 6000 mAh ബാറ്ററി ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ വെയിറ്റ് ഒരു അല്പം കൂടുതലുണ്ട്. ഇനി ഇതിന്റെ ബാക്കിനെ കുറിച്ച് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബാക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് പെട്ടെന്ന് തിരിച്ചു വന്നാൽ നമുക്ക് ഇവിടെ 6.82 ഇഞ്ചിന്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ LCD ഡിസ്പ്ലേ, പക്ഷേ ഫുൾ HD+ റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ചില ഈ ഒരു ഫോണിന്റെ കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡുകളൊക്കെ ചിലതിനകത്ത് ഫുൾ HD+ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാമായിരുന്നു തോന്നി. അതുപോലെ ജസ്റ്റ് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഈ ഒരു യൂസർ ഇന്റർഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഐക്കൺ കഴിഞ്ഞിട്ട് ബോർഡർ അല്പം കൂടുതലുണ്ട്. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും ആപ്പൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അത്തരത്തിലൊരു ബോർഡർ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അതൊരു ബെസലല്ല. ഈ ഒരു ഇതിന്റെ ഒരു ഡിസൈനിൽ ഈ ഐക്കണിന് ശേഷം ഒത്തിരി ഗ്യാപ്പ് കിടക്കുന്നു. അത് അടുത്ത ടെക്നോയുടെ ഫോണുകൾ അത്തരം ഒരു കാര്യം ഒന്ന് കറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് 90 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമ്മൾ ഡിഫോൾട്ട് ഫോൺ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ 60 ഹെഡ്സ് ആയിരിക്കും, പക്ഷേ 90 ഹെഡ്സിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാം. മാത്രമല്ല 180 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്രയും റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ഗെയിമിങ്ങിന് പ്രാധാന്യം കൊടുത്ത് തയ്യാറാക്കിയ ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും. നല്ല ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഡിസ്പ്ലേയിൽ നിന്നും ഇത്രയും ഒരു ഹയർ റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഇനി ഈ ഒരു ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ ടെക്നോയുടെ ഹൈ OS വെർഷൻ 12 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ബ്ലോട്ട് വേസുകളെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് വരുമ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്നത്. ഒരുപാട് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കൂടുതലല്ല. എന്നാൽ ഒരുപാട് കുറവാണോ ബ്ലോട്ട് വേസ് എന്ന് ചോദിച്ചാൽ ഒരുപാട് കുറവുമല്ല. അത്യാവശ്യം ബ്ലോട്ട് വേസുകളുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് പോലുള്ള അല്ലെങ്കിൽ WPS ഓഫീസ് പോലുള്ള കുറച്ച് പ്രീമിയം ആപ്ലിക്കേഷൻസ് ആണ് ബ്ലോട്ട് വേസ് ആയിട്ട് നൽകിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഒരു 12,000 രൂപയിൽ താഴെ വിലയ്ക്ക് വാങ്ങാവുന്ന സ്മാർട്ട് ഫോണാണിത്. ഈ പ്രൈസ് റേഞ്ചിൽ NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു മിഡ് റേഞ്ചിന് മുകളിലേക്ക് വരുന്ന സ്മാർട്ട് ഫോണുകൾ പോലും പലപ്പോഴും NFC സപ്പോർട്ട് കാണാറില്ല. അങ്ങനെ NFC സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ നമ്മളുടെ ATM കാർഡ് ആഡ് ചെയ്ത് വെച്ചിരുന്നാൽ POS മെഷീനിലൊക്കെ നമുക്ക് ഇതുപോലെ ഫോൺ ടാപ്പ് ചെയ്ത് NFC ഉള്ളതുകൊണ്ട് തന്നെയും പേയ്മെന്റ് ചെയ്യുന്നതിനൊക്കെ ഇത്തരത്തിൽ NFC നമ്മെ സഹായിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ജസ്റ്റ് കേൾക്കാം. ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം ഫയറിംഗിലും സ്പീക്കർ ഉണ്ട്, ഇവിടെ ഇയർ പീസിലും സൗണ്ട് ഉണ്ട്. പക്ഷേ ഹൈ വോളിയത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു മ്യൂസിക് കേൾപ്പിച്ചത്. പക്ഷേ വോളിയം ഉണ്ട്, പക്ഷേ ഒരു പ്രീമിയം ഫീൽ സൗണ്ട് നൽകുന്നില്ല. അത് ഈ പ്രൈസ് റേഞ്ചിൽ പ്രീമിയം നമുക്ക് അത്രയും സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നില്ല. പക്ഷേ നല്ല വോളിയം ഉണ്ട്, തരക്കേടില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റി, ആവറേജ് ക്വാളിറ്റി സൗണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ HD റെസൊല്യൂഷൻ സപ്പോർട്ടാണ്. അതുപോലെ ഇവിടെ ഈ ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗം കണ്ടില്ല, ഇതൊരു എബോ ആവറേജ് സൈസ് ഉണ്ട്. പക്ഷേ
ഈ പ്രൈസ് റേഞ്ചിൽ ഇവിടെ പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി. അപ്പോൾ IPS LCD ഡിസ്പ്ലേ ആണ്. ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. വ്യൂയിങ് ആംഗിളിലൊന്നും വലിയ തകരാറുകളൊന്നും പറയാനില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ HD റെസൊല്യൂഷനേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് ഡിസ്പ്ലേയിൽ ഒരു ചെറിയ കുറവായിട്ടുള്ളത്. അതർവൈസ് കുഴപ്പമില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അതായത് ഇതിന്റെ പെർഫോമൻസ് ആയിട്ട്. അതായത് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് മീഡിയടെക്കിന്റെ ഹീലിയോ G99 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. ഈ G99 എന്ന് പറയുന്ന പ്രോസസർ എന്ന് പറയുന്നത് ഒരു 6nm പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യന്റ് ആണ്, മീഡിയം ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. മാത്രമല്ല 8GB റാം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. കൂടാതെ തന്നെ നമുക്ക് 5GB ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ 8+5 അതായത് 13GB റാം വരെയുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. 128GB ഇന്റർണൽ മെമ്മറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഈ ഒരു മീഡിയടെക്കിന്റെ ഹീലിയോ G99 എന്ന് പറയുന്ന പ്രോസസർ ഒരുവിധം ഡീസെന്റ് ആയിട്ടുള്ള ഒരു മീഡിയം ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാഴ്ചവെക്കും. ഈ പ്രൈസ് റേഞ്ചിൽ G99 പ്രോസസർ വരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇനി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു AI സെൻസറുമാണ് ഫോണിന്റെ ബാക്കിലുള്ളത്. വൈഡ് ആംഗിൾ ക്യാമറയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ 8 മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 2K റെസൊല്യൂഷനിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 2K റെസൊല്യൂഷനിൽ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇന്ന് വരുന്ന ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ബാക്ക് ക്യാമറയിൽ കൊടുക്കുമ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ 1080p റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകാറുള്ളൂ. പക്ഷേ ഇവിടെ എന്തായാലും കാര്യങ്ങൾ ഡീസെന്റ് ആണ്. ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കും 2K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ക്വാളിറ്റിയൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമൊന്നുമല്ല, ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ബാറ്ററി സൈഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു പ്രത്യേകത. 6000 mAh ബാറ്ററി നൽകുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ യൂസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ 3 ദിവസമൊക്കെ ബാറ്ററി നിൽക്കും, അല്ലെങ്കിൽ 2 ദിവസം. ആ സമയം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു യൂസർ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഗെയിമൊക്കെ കളിച്ചാൽ പോലും ഒരു ദിവസത്തിൽ കൂടുതൽ ഇതിനകത്തൊരു ബാറ്ററി നിലനിൽക്കും. ചാർജ് ചെയ്യാനായിട്ട് 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ്. പ്രൈസിംഗ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഈ മീഡിയടെക്കിന്റെ ഹീലിയോ G99 എന്ന് പറയുന്ന പ്രോസസറുമായിട്ട് വരുന്ന മറ്റ് ചില സ്മാർട്ട് ഫോണുകളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് പോക്കോ M5, മോട്ടറോളയുടെ G72, ഇൻഫിനിക്സിന്റെ തന്നെ നോട്ട് 12 Pro 4G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ, ഇതെല്ലാം ഈ പറയുന്ന മീഡിയടെക്കിന്റെ ഹീലിയോ G99 വരുന്ന സ്മാർട്ട് ഫോണുകളാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 11,999 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണും ഈ സെയിം പ്രോസസറുമായിട്ട് വരുന്ന പോക്കോ M5 ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും പോക്കോ M5ന്റെ വില 12,500 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ പോക്കോ M5ന് ഈ ഒരു സ്മാർട്ട് ഫോണിനേക്കാൾ 500 രൂപ കൂടുതലാണ്. പക്ഷേ അവിടെ പോക്കോ M5ൽ ആ 500 രൂപ കൂടുതൽ കൊടുത്താലും നമുക്ക് 4GB റാമും 64GB ഇന്റർണൽ മെമ്മറിയും ലഭിക്കുന്നുള്ളൂ. ഇവിടെ 8GB റാമും 128GB ഇന്റർണൽ മെമ്മറിയും ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പോക്കോ M5ൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. ഇവിടെയും ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഡിസ്പ്ലേക്ക് HD റെസൊല്യൂഷനേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം പോക്കോ M5നോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്, അല്ലെങ്കിൽ പോക്കോ M5 പോലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് ഈ പറയുന്ന ടെക്നോ POVA 4. അപ്പോൾ പോക്കോ M5നേക്കാൾ പോലും 500 രൂപ കൂടുതലാണ്. 8GB റാം 128GB ഇതിനകത്തുണ്ട് എന്നുള്ളത് ഓർക്കുക. അതുപോലെ മോട്ടോ G72 പോലും 19,000 രൂപയുണ്ട് ഇതേ പ്രോസസറുമായിട്ട് വരുന്നത്. ഇൻഫിനിക്സിന്റെ നോട്ട് 12 Pro 4G അത് 16,000 രൂപയുണ്ട് ഇതേ പ്രോസസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസറിൽ വരുന്ന ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ടെക്നോ POVA 4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ വിശേഷിപ്പിക്കാം. പിന്നെ ഇതിനകത്ത് ഒരു കുറവുള്ളതെന്ന് പറയുന്നത് ഇത് ഒരു 4G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ 5G അല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ 5G ഉള്ള 1-2 ഫോണുകളെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ എന്ന് 5G വരും? ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ചില നഗരങ്ങൾ മാത്രമേ 5G എത്തിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് 5G വരുന്നവരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം.